വടിവത്ത ശരീരവും അഴകൊത്ത മുഖവും കൊണ്ട് നായികാ സങ്കല്പത്തെ പൂർത്തിയാക്കിയ നടിയാണ് ഭാനുപ്രിയ. അഭിനയത്തെക്കാൾ നൃത്തത്തെയാണ് ഭാനു പ്രണയിച്ചത്. 80കളിൽ തെലുങ്ക്, തമിഴ്, ഹിന്ദി, മലയാളം സിനിമകളിൽ സജീവമായിരുന്ന നടിയുടെ 58ാം ജന്മദിനമായിരുന്നു. ഇതോടെയാണ് ആ പഴയ നടി എവിടെയെന്ന് ആരാധകർ ചോദിച്ചു തുടങ്ങിയത്. 83-ൽ മെല്ലെ പേസുങ്കൾ എന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു ഭാനുപ്രിയയുടെ തുടക്കം. രാജശില്പി എന്ന ചിത്രത്തിലൂടെയാണ് അവർ മലയാളത്തിലേക്ക് എത്തിയത്. അഴകിയ രാവണൻ എന്ന ചിത്രത്തിലെ കുട്ടിശങ്കരൻ്റെ അനുരാധയെ മലയാളികൾ ഇന്നും പ്രണയിക്കുന്നു. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിൽ ലക്ഷ്മി ഗോപാലസ്വാമിക്കൊപ്പം തകർത്താടിയ പാട്ടും മലയാളികൾക്ക് ഇന്നും പ്രിയപ്പെട്ടതാണ്. 1998-ൽ ആദർശ് കൗശലുമായുള്ള വിവാഹത്തിന് ശേഷമാണ് അഭിനയത്തിൽ നിന്ന് അവർ ബ്രേക്ക് എടുത്തത്. കാലിഫോർണിയ ബെസ്റ്റ് ഡിജിറ്റൽ ഗ്രാഫിക്സ് എഞ്ചിനീയർ ആയിരുന്നു ആദർശ്. കലാപരമായ കാര്യങ്ങളാണ് തങ്ങളെ കൂടുതൽ അടുപ്പിച്ചതെന്നും ഭാനുപ്രിയ പറഞ്ഞിരുന്നു. ആദ്യം ആ വിവാഹത്തിന് ഭാനുവിൻ്റെ അമ്മ എതിർത്തിരുന്നെങ്കിലും പിന്നെ സമ്മതിക്കുകയായിരുന്നു. തന്നെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തിരുന്ന നല്ലൊരു സുഹൃത്തു കൂടിയായിരുന്നു ആദർശ് എന്നാണ് നടി പറഞ്ഞിരുന്നത്. ആ ബന്ധത്തിൽ ഒരു മകളും പിറന്നു. 2018-ൽ ആദർശ് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ടാണ് ഭാനുപ്രിയയുടെ ജീവിതം മാറിമറിയുന്നത്. ഭർത്താവിൻ്റെ മരണശേഷം ഭാനുപ്രിയ മകൾക്കൊപ്പം ചെന്നൈയിലേക്ക് താമസം മാറ്റി. തൻ്റെ അസുഖത്തെക്കുറിച്ച് ഭാനുപ്രിയ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പഠിച്ചതെല്ലാം മറന്നുപോകുന്ന തരം മറവിയാണ്. അത് കാരണം നൃത്തത്തോടുള്ള താല്പര്യവും കുറഞ്ഞു. ഡയലോഗുകൾ മറക്കുന്നത് കാരണം അഭിനയത്തിൽ നിന്നും മാറി നിന്നു. എന്നാൽ ഭാനുപ്രിയയുടെ ഈ വെളിപ്പെടുത്തൽ ആരാധകർക്ക് ഏറെ വേദനയായി. മകൾ ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭാനുപ്രിയ ഇപ്പോൾ അമ്മയുടെയും സഹോദരൻ്റെയും ഒപ്പമാണ് താമസിക്കുന്നത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഭാനുപ്രിയ ഇപ്പോൾ തൻ്റെ മറവി രോഗത്തിനുള്ള ചികിത്സകളും നടത്തിവരുന്നു എന്നാണ് റിപ്പോർട്ട്.